ജിൻഡോ ഇസ് ബാക്ക്. ജിൻഡോ തിരിച്ചു വന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ലിമിറ്റഡ് വീഡിയോസ് ഇട്ടുള്ളൂ. പക്ഷേ അതിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറഞ്ഞൊരു കാര്യം ജിൻഡോ ഡൗൺ ആണ്, ജിൻഡോ ഡൗൺ ആണ്, ജിൻഡോയ്ക്ക് വയ്യ എന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അടിവരായിട്ട് പറയാം ജിൻഡോ ഇസ് ബാക്ക്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും അപ്സരയും ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ട് പതറാതെ കട്ടയ്ക്ക് എതിർത്ത് നിന്ന പഴയ ജിൻഡോയെ തിരിച്ച് വീണ്ടും ലൈവിൽ കാണാൻ സാധിച്ചു. ഇപ്പൊ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഒരു ചർച്ചയുണ്ടായി. ചർച്ച പിന്നീട് ഒരു വഴക്കായി. ജാസ്മിൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന തമാശ കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നിങ്ങളുടെ ചില സമയത്ത് തമാശ കാണുമ്പോൾ എനിക്ക് ചിരിയും കൂടെ വരും, അല്ല എനിക്ക് കലിയും കൂടെ വരും എന്ന് പറയുന്നു. അപ്പൊ ഉടനെ നോറയുടെ മുമ്പിൽ ഇരുന്ന് ജിൻഡോ ചെയ്ത ആ ഒരു കാര്യം അപ്സര എടുത്തിടുന്നു. അപ്പൊ ജിൻഡോ പറയുന്നു, എന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോടടുത്ത് ഈ രീതിയിൽ ഞാൻ പ്രതികരിക്കത്തുള്ളൂ, അത് എന്റെ സംസ്കാരമാണ്, എന്റെ സംസ്കാരം ഇതാണെന്ന് പറയുന്നു. അപ്സരയ്ക്ക് ഭയങ്കര വലിയ സംസ്കാരമാണ്, അപ്സര അത് ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പൊ അപ്സര പറയുന്നു, വീട്ടിലിരുന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിരുന്ന് ചെയ്യണം, നിർബന്ധം പിടിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ട സ്ഥലമാണോ ഇതെന്നൊക്കെ അപ്സര പറയുന്നുണ്ട്. അപ്പൊ അപ്സര എന്തോ ഒരു ഡാൻസിന്റെ കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട്. ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിന് ജിൻഡോ അൻസിബയുടെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ അപ്സരയ്ക്ക് അതൊരു അസൂയൊക്കെ പോലെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ജിൻഡോ രണ്ടുപേരുടെ കൂടെയും ഡാൻസ് കളിക്കേണ്ടി വന്നത്. അത് വീണ്ടും എടുത്ത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു കേസാണ് ഇവിടെ ജിൻഡോയുടെ നേരെ അപ്സര എടുത്ത് ഇടുന്നത്. ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയുന്ന പോലെ ലാസ്റ്റ് വഴക്ക് അതായിരുന്നു അപ്സരയുടെ വക കാണാൻ ഇടയായത്. ജിൻഡോ തിരിച്ചു വരികയും ചെയ്തു. ജിൻഡോയുടെ ഒരു മാരക കംബാക്ക് ആയിരുന്നു ഇത്. അങ്ങനെ ലൈവിനകത്ത് ജിൻഡോ ചായൻ ഓൺ ആവുന്ന കാഴ്ചയാണ്. സോ ഹാപ്പി ഹീസ് ബാക്ക്. പുള്ളിയൊക്കെ ഒന്ന് ഓൺ ആയാലേ ഈ സീസൺ പവർ ആവത്തുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്സരയുമായിട്ട് ഇങ്ങനെ ഒരു അടി ഇട്ടത് ജിൻഡോയുടെ തിരിച്ചുവരവാണെന്ന് തന്നെ നിസ്സംശയം പറയാം.